സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് ഇന്ന് തുടക്കമാകും. വൈകിട്ട് 4-ന് ആനക്കാംപൊയിൽ സെന്റ് മേരീസ് സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും. ഇതോടെ LDF സർക്കാർ നൽകിയ മറ്റൊരു ഉറപ്പ് കൂടിയാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. PV കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, മലയോര ജനതയുടെ ഒരു സ്വപ്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഒരു നാടിൻ്റെ മുഖച്ഛായ മാറ്റാൻ പോകുന്ന പദ്ധതി, സംസ്ഥാന സർക്കാരിൻ്റെ സ്വന്തം പദ്ധതി, അങ്ങനെ നിരവധി പ്രത്യേകതകൾ. എന്തൊക്കെയാണ് വിവരങ്ങൾ? വികസനത്തിന് മുതൽക്കൂട്ടാവുന്ന മലബാറിന്റെ സമഗ്ര വികസനത്തിന് മുതൽക്കൂട്ടാവുന്ന നാഴികക്കലാവുന്ന വലിയൊരു ബൃഹത് പദ്ധതിക്കാണ് ഇന്ന് തുടക്കമാവുന്നത്. മലയോര ജനതയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു. അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ തന്നെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. LDF സർക്കാർ നടപ്പിലാക്കുന്ന വലിയ ജനക്ഷേമകരമായ വികസന പ്രവർത്തനങ്ങളുടെ പന്ഥാവിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന നേട്ടം കൂടിയാണ് ഈ പറയുന്ന തുരങ്കപാത എന്നുള്ളത്. ആ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നു. ഇന്ന് തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഇവിടെ ആനക്കാംപൊയിലിൽ, തിരുവമ്പാടി മണ്ഡലത്തിലെ ആനക്കാംപൊയിലാണ് ഈ ഉദ്ഘാടന ചടങ്ങ് നടക്കുക. മന്ത്രി മുഹമ്മദ് റിയാസ്, കെ എൻ ബാലഗോപാൽ, അതോടൊപ്പം തന്നെ മന്ത്രി AK ശശീന്ദ്രൻ, OR കേളു ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, MLA മാരൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആനക്കാംപൊയിൽ നിന്നും കിലോമീറ്ററുകൾ ഉള്ളിലേക്ക് വന്നുകൊണ്ട് മുത്തപ്പൻപുഴ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ എനിക്ക് എൻ്റെ പിറകിൽ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഈ ഒരു വഴി, ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് പശ്ചിമഘട്ട മലനിരകൾ. ഇവിടെ നിന്നാണ്, ഈ മുത്തപ്പൻ പുഴയിൽ നിന്നാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കോഴിക്കോട് ജില്ലയുമായി ബന്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ്. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ ആനക്കാംപൊയിൽ, കള്ളാടി, മേപ്പാടി പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അപ്രോച്ച് പാത ഉൾപ്പെടെയുള്ള 8.73 കിലോമീറ്റർ നീളമുള്ള 4 വരി തുരങ്കപാത. ഇതിനകത്ത് ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ മറിപ്പുഴ, മുത്തപ്പൻപുഴ, ആനക്കാംപൊയിൽ റോഡുമായാണ് കോഴിക്കോട് ജില്ലയിൽ ഈ തുരങ്കം ബന്ധിക്കപ്പെടുന്നത്. വയനാട്ടിൽ മേപ്പാടി, കള്ളാടി, ചൂരൽമല റോഡുമായി തുരങ്കപാതയെ ബന്ധിപ്പിക്കുന്നു. അതായത് ആനക്കാംപൊയിൽ നിന്നും ഇത് ആരംഭിച്ച് നേരെ മേപ്പാടിയിലേക്കാണ് എത്തുന്നത്. വളരെ സാങ്കേതിക മികവോടുകൂടിയുള്ള സജ്ജീകരണങ്ങളാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും സാങ്കേതിക മികവുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിനാണ് പദ്ധതിയുടെ മേൽനോട്ട ചുമതല. കിഫ്ബിയിൽ നിന്ന് ലഭ്യമാക്കുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. പദ്ധതിയുടെ നടത്തിപ്പിനും നിർവഹണത്തിനുമുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡാണ്. ഇങ്ങനെ വളരെ വിപുലമായ രീതിയിലുള്ള പദ്ധതി പ്രവർത്തനമാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ LDFന്റെ പ്രകടന പത്രികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു ഈ വയനാട് കോഴിക്കോട്, അതായത് ആനക്കാംപൊയിൽ തുരങ്കപാത എന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ കാലങ്ങളായുള്ളൊരു ആവശ്യം, ഈ ചുരം, വയനാട് ചുരത്തിലെ ഗതാഗത കുരുക്കുകളും ഒക്കെ നമുക്കറിയാവുന്നതാണ്. വയനാട് പല ഘട്ടങ്ങളിലും ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശാശ്വതമായ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് വർഷങ്ങളായി ഈ മലയോര ജനത ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അവരുടെ ആവശ്യം പൂർണ്ണമായും പരിഗണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേതൃത്വം വഹിച്ചുകൊണ്ട്, മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ സർക്കാർ മെഡിക്കൽ കോളേജിനെ ഉൾപ്പെടെയാണ് ഈ ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ വയനാട്ടുകാർ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചുരത്തിലൊക്കെ ബ്ലോക്ക് വരുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ തന്നെ നിരവധി ദിവസങ്ങളിൽ അവിടെ മണ്ണിടിച്ചിലുണ്ടായി, ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ആ ഒരു ഗതാഗത തടസ്സമൊക്കെ മാറ്റുന്നതിന് വേണ്ടി ഇതൊരു ബദൽ പാത ഒരു ബദൽ റോഡ് എന്നുള്ളതായിരുന്നു ഈ നാട്ടുകാരുടെ ആവശ്യം. പക്ഷേ ആ ആവശ്യത്തിൻ്റെ ഏറ്റവും മറ്റൊരു ഘട്ടത്തിലേക്കാണ് പിണറായി സർക്കാർ ആവശ്യത്തെ എത്തിച്ചിരിക്കുന്നത്. അതായത് ടണൽ, അതായത് തുരങ്കപാത തന്നെ ഉണ്ടാക്കുന്നു. രാജ്യത്തെ തന്നെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പാതകളിൽ ഒന്നായിരിക്കും ഇത് എന്നുള്ളതാണ്. 2134 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ടെൻഡർ നടപടികളൊക്കെ നേരത്തെ തന്നെ പൂർത്തീകരിച്ചിരുന്നു. കേന്ദ്ര മന്ത്രാലയങ്ങളുടെ, പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഉൾപ്പെടെ അനുമതി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലഭിക്കുകയും ചെയ്തു. ജൂൺ 18-നാണ് ഇത്തരത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അന്തിമ അനുമതി ലഭിച്ചത്. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണിപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുന്നതിന്, അതായത് 4 വർഷം എന്നുള്ളതാണ് ഇതിനകത്ത് കരാറിനകത്ത് പറയുന്നതെങ്കിൽ പോലും 3 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുന്നതിലേക്കുള്ള വളരെ സജീവമായ, വളരെ ക്രിയാത്മകമായ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുക. ഷമി.
തീർച്ചയായും കുട്ടൻ, നമുക്കറിയാം ചുരം കയറാതെ ഒരു വയനാട് യാത്ര എന്ന് പറയുന്നത് ഇപ്പോൾ മലയാളിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആലോചന പോലുമില്ലല്ലോ. അതിലൊരു വിപ്ലവകരമായ മാറ്റമാണ്. അത് മാത്രവുമല്ല, നമ്മുടെ മുഖ്യധാരയിൽ നിന്ന് ഈ ചുരം വഴിയാണല്ലോ അങ്ങ് വയനാട്ടിലേക്ക് എത്തുന്നത്. ശരിക്കും ഒരു ഒറ്റപ്പെട്ട ഒരു മേഖലയായി വയനാട് നിൽക്കുകയാണ്. അതിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിൽ ഈ ടണലിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ജനങ്ങൾക്ക് അത് വലിയ തോതിൽ ഗുണകരമാകും. അത് മാത്രവുമല്ല, ഈ പാതയുമായി ബന്ധപ്പെട്ട് വലിയ വികസന പദ്ധതികൾ, വലിയ വ്യവസായ പദ്ധതികൾ, അല്ലെങ്കിൽ മറ്റ് മുന്നേറ്റം, വ്യാവസായികമായ മുന്നേറ്റം ഒക്കെ ഉണ്ടാകും അല്ലേ കുട്ടൻ? അതേ ഷമി, 8.73 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ടണൽ നിർമ്മിക്കുന്നത്. 4 വരി പാതയാണിത്. രാജ്യത്തെ തന്നെ വളരെ സുപ്രധാനമായ ഒരു പാതയായിട്ടാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. ഏതായാലും ഈ പാത യാഥാർത്ഥ്യമാവുന്നതോടുകൂടി, ഈ ടണൽ യാഥാർത്ഥ്യമാവുന്നതോടുകൂടി ഈ മേഖലയുടെ വികസനത്തിന്റെ വലിയൊരു കുതിച്ചുചാട്ടത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കുക. കാരണം വയനാട് നമുക്കറിയാം, സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ വലിയ രീതിയിലുള്ള കയറ്റുമതി നടക്കുന്ന ഒരു പ്രദേശമാണ്. അതൊക്കെ ഈ ചുരം വഴിയാണ് സാധാരണ കോഴിക്കോട്ടേക്കും കോഴിക്കോട് നിന്ന് പുറത്തേക്കുമൊക്കെ എത്തിക്കുന്നത്. അതിനൊക്കെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ ചുരം വഴിയുള്ള യാത്ര എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും ദുർഘടം ആകാറുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ പരിഹരിക്കപ്പെടുമ്പോൾ വളരെ പെട്ടെന്ന്, അതായത് ഈ ചുരം കയറി വയനാട്ടിലേക്ക് എത്തുന്ന സമയത്തിൽ എത്രയോ സമയം ലാഭിച്ചുകൊണ്ട് ഈ ടണൽ വഴി വയനാട്ടിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. സുഗമമായ ഗതാഗതം ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റും. എന്തെങ്കിലും തരത്തിലുള്ള എമർജൻസി വിഷയങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കുന്നതിന് ഉൾപ്പെടെയുള്ള അത്യന്താധുനികമായ സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ ഇവിടെ തയ്യാറാക്കുന്നു. പക്ഷേ നമ്മുടെ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിനും ഒക്കെ ഇത് ശരിക്കും ബോധ്യപ്പെടുന്നുണ്ടോ കുട്ടൻ? പ്രതിപക്ഷ നേതാവ് പറയുന്ന ഇതൊന്നും നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണല്ലോ അദ്ദേഹം പറയുന്നത്. കേരളത്തിൽ ഏത് പദ്ധതി വന്നാലും അവർ പറയുന്ന വാക്ക് അത് തന്നെയാണ്. ഈ വിഷയത്തിലും അവരുടെ ഒരു നിലപാട് ഇതാണ്. പക്ഷേ ജനങ്ങളൊന്നടങ്കം സർക്കാരിനൊപ്പമാണ്. അത് പ്രതിപക്ഷ നേതാവിന് തിരയുന്നുണ്ടോ ആവോ? ഷമ്മി, ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, കാരണം സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ 2016 പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്ന ഘട്ടം മുതൽ തന്നെ വലിയ വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്നാണ് LDF സർക്കാർ പറഞ്ഞിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും, അതായത് കേരളത്തിൽ ഇതുവരെയുള്ള കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ മുന്നത്തെ തവണ ഉണ്ടായിരുന്ന UDF സർക്കാരൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത പദ്ധതികൾ, നമുക്കറിയാം ദേശീയപാത പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ UDF പറഞ്ഞത് അത് ഒരു കാരണവശാലും പ്രാവർത്തികമാകില്ല എന്നുള്ളതാണ്. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ LDF സർക്കാരിന്റെ വളരെ കൃത്യമായ ഇടപെടൽ, വളരെ കൃത്യമായ ഇച്ഛാശക്തി മൂലമാണ് ഇതൊക്കെ സാധ്യമാവുന്നത്. നമുക്കറിയാം, അസാധ്യമായതൊന്നുമില്ല എന്ന് കേരളത്തെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്, കേരളത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയും LDF സർക്കാരും. അതിന്റെ ഭാഗമായി പലതരത്തിൽ ഒരു വികസിത രാജ്യത്തിന്റെയൊക്കെ കിടപിടിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പലതരത്തിലുള്ള വികസന പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കി. അതൊക്കെ നമ്മുടെ കൺമുന്നിലുള്ള കൃത്യമായ അടയാളങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി ഈ ടണൽ മാറുമെന്നുള്ളതൊരു വലിയ വസ്തുത തന്നെയാണ്. ഇത് ഒരുപക്ഷെ ഇതൊന്നും നടപ്പിലാക്കാൻ വേണ്ടി പോകില്ല. കാരണം ഈ പശ്ചിമഘട്ട മലനിരകളിലൂടെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ടണൽ നിർമ്മിക്കാൻ പറ്റുക എന്നത് സംബന്ധിച്ചുള്ളൊരു ആശങ്കയൊക്കെ ആദ്യഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും കേരളത്തിനുണ്ടായിരിക്കാം. അതിന്റെ ഭാഗമായിട്ടും അതിന്റെ കൂടെ ഇത്തരമൊരു ടണൽ വന്നാൽ LDF സർക്കാരിന്റെ പ്രതിച്ഛായ വലിയ രീതിയിൽ ഉയരുമെന്നുള്ളൊരു ആശങ്ക പ്രതിപക്ഷ നേതാവിനുണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് VD സതീശൻ നേരത്തെ തന്നെ ഈ ഒരു പദ്ധതിയൊന്നും നടപ്പിലാക്കാൻ നമ്മൾ അനുവദിക്കില്ല, നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നുള്ള വെല്ലുവിളിയൊക്കെ നടത്തിയത്. പക്ഷേ കോൺഗ്രസിന്റെ മറ്റ് നേതാക്കൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടി തുടങ്ങി. കാരണം കേരളത്തിൽ LDF സർക്കാർ ഒരു കാര്യം നടപ്പിലാക്കണമെന്ന് തീരുമാനിച്ചാൽ അത് വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി, വളരെ മികച്ച പ്രവർത്തനത്തോടുകൂടിയൊക്കെ നടപ്പിലാക്കുമെന്ന് പല ഘട്ടങ്ങളിലും തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തുരങ്കപാത തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ മുത്തപ്പൻ പുഴയുടെ പ്രദേശത്ത് നിന്നും ഉള്ളോട്ട് ഇതുവഴിയാണ് ഈ തുരങ്കം ആരംഭിക്കുന്നത്. ഇവിടെയൊക്കെയുള്ള ജനങ്ങളൊക്കെ സ്വമേധയാ ഭൂമി വിട്ടു നൽകുന്നതിന് വേണ്ടി തയ്യാറായി രംഗത്ത് വന്നവരാണ്. ഇവിടെ ഒരു തരത്തിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് രാവിലെയൊക്കെ ഇവിടെ വന്ന് ഇവിടുത്തെ പ്രദേശവാസികളോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയമില്ല. അതിനകത്ത് കോൺഗ്രസ് പ്രവർത്തകരും CPM പ്രവർത്തകരും മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ഒക്കെ ഒറ്റക്കെട്ടോടുകൂടി മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇന്നലെ കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ്, വയനാട്ടിലെ കൽപ്പറ്റ MLA കൂടിയായ T സിദ്ദിഖിന്റെ FB പോസ്റ്റ് നമ്മൾ കണ്ടതാണ്. എന്താണ് ഒരു കേരളത്തിന്റെ വികസനം മനസ്സിൽ വെക്കുന്ന, വികസനം ലക്ഷ്യമാക്കുന്ന കോൺഗ്രസ്കാരുടെ മനസ്സിലുള്ളത് എന്നുള്ളത് നമുക്കതിനകത്ത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം ഏറെക്കാലമായി ഈ പറയുന്ന വയനാട്ടിലേക്കുള്ള ഈ ചുരം കയറിയുള്ള യാത്രയുടെ ദുരിതം പേറുന്ന ഒരു ജനതയ്ക്ക് വലിയ രീതിയിൽ ആശ്വാസമാവുന്ന ഒരു പദ്ധതി വരുന്നു. അത് ഈ നാടിന്റെ ആകെ വികസനത്തിന് വലിയ ഒരു വികസനത്തിലൊരു മേൽക്കൈ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ളൊരു സാധ്യതകൾ തുറന്നിടുന്നു. അതോടൊപ്പം തന്നെ ടൂറിസം വികസനം, ഈ മേഖലയൊക്കെ വളരെ മനോഹരമായ പ്രകൃതി രമണീയമായ പ്രദേശങ്ങളാണ് ഈ ആനക്കാംപൊയിലും
തിരുവമ്പാടി മണ്ഡലത്തിൻ്റെ പല ഭാഗത്തുള്ള പ്രദേശങ്ങളൊക്കെ. ഇവിടേക്കൊക്കെ ഈ ടണൽ കൂടി വരുന്നതോടുകൂടി ഇവിടെ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഈ തുരങ്കപാത കാണുന്നതിന് വേണ്ടിയൊക്കെ ദിവസം നിരവധി പേർ ഇവിടേക്ക് എത്തും. അപ്പോൾ ഇവിടെയുള്ള ടൂറിസം സാധ്യതകൾ വർദ്ധിക്കുന്നു, പ്രാദേശികമായ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു. അങ്ങനെ വലിയൊരു വികസന സാധ്യത തുറന്നിടുന്ന ഈ പദ്ധതിക്ക് ഇന്ന് തുടക്കമിടുമ്പോൾ TCDക്ക് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അതിനെ വരവേറ്റുകൊണ്ട് മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് തീർച്ചയായും കുട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ സിദ്ദിഖിന്റെ ആ ഒരു പോസ്റ്റ് നോക്കുകയായിരുന്നു. സിദ്ദിഖ് തന്നെ എന്ത് ആവേശത്തോടു കൂടിയാണ് ആ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അതുപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രിയുടെ അടക്കം ഫോട്ടോ വെച്ചുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് സിദ്ദിഖ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നാടിൻ്റെ വികാരം അത് തന്നെയാണ് എന്നുള്ളത് സിദ്ദിഖും തിരിച്ചറിയുന്നു. പക്ഷേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അതിനൊരു കുറുക്ക് വെക്കുന്ന ഒരു സമീപനം ഇടയ്ക്ക് സ്വീകരിച്ചു. ഇനി ആ നിലപാടിൽ മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം പിണറായി സർക്കാർ വന്നതിന് ശേഷം സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ, ഇപ്പോൾ ഇടമൺ കൂടംകുളം പദ്ധതി, അതുപോലെ തന്നെ ദേശീയപാത, ഗെയിൽ പൈപ്പ് ലൈൻ അടക്കം നമ്മളുടെ കേരളത്തിൻ്റെ ഒരു വികസന വഴിയിൽ എത്രമാത്രം വലിയ മുന്നേറ്റം കൊണ്ടുവരാൻ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ കൂട്ടത്തിൽ വരേണ്ടതായിരുന്നു നമ്മുടെ കേരയിൽ പദ്ധതിയും. അതിനെ തുരങ്കമാക്കുക. നേരത്തെ കുട്ടൻ പറഞ്ഞ പോലെ ഇത്രയും വികസന പദ്ധതികൾ വന്നു കഴിഞ്ഞാൽ, വിഴിഞ്ഞം പദ്ധതി വന്നു കഴിഞ്ഞാൽ അത് സർക്കാരിന് മെച്ചമാകും എന്നൊരു കാഴ്ചപ്പാടായിരിക്കാം ഒരുപക്ഷെ പ്രതിപക്ഷം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കാരണം. ഷമീം, മലയാളിയുടെ ഒരു പൊതു മനസ്സാണ് ഇന്നലെ TCDക്കിൻ്റെ പോസ്റ്റോടെ നമ്മൾ കണ്ടത്. കാരണം അദ്ദേഹം കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്, കൽപ്പറ്റ MLA ആണ്. സാധാരണയായി LDF സർക്കാരിനെ പ്രകീർത്തിക്കേണ്ട ഒരു ആവശ്യം അദ്ദേഹത്തിനില്ല, രാഷ്ട്രീയപരമായും ഇല്ല, വ്യക്തിപരമായും ഇല്ല. പക്ഷേ ഇവിടെ കൽപ്പറ്റ MLA എന്ന നിലയിൽ TCDക്ക് ഉൾപ്പെടെ കാണുന്നുണ്ട് വയനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം. അതിന് വളരെ ആ ദുരിതം മറികടക്കുന്നതിന് വേണ്ടി, അത് പരിഹരിക്കുന്നതിന് വേണ്ടി വളരെ ക്രിയാത്മകമായ ഒരു പദ്ധതിയുമായി LDF സർക്കാർ രംഗത്ത് വരുമ്പോൾ കേരളമാകെ അത് സ്വീകരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആനക്കാമ്പൊയിലൊക്കെ ഉള്ള ജനങ്ങൾ, തിരുവമ്പാടിയിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ്. നമ്മൾ രാവിലെയൊക്കെ സംസാരിച്ച ഇവിടുത്തെ സാധാരണ കോൺഗ്രസിൻ്റെയൊക്കെ ഈ പ്രാദേശിക നേതാക്കളൊക്കെ ഉണ്ട്. അവർക്ക് വളരെ സ്നേഹത്തോടുകൂടി, വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ പദ്ധതിയെ വരവേൽക്കുന്നത്. അവർ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഈ പദ്ധതി അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. കാരണം 2016 ഇതിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 2016 നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ LDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഇതൊരു പ്രധാനപ്പെട്ട വാഗ്ദാനമായി വരുന്നു. പിന്നീട് ഇതിൻ്റെ ഒരു പ്രാഥമിക ചർച്ചകൾ നടക്കുന്നു. മുഖ്യമന്ത്രിയുമായി അന്നത്തെ MLAയുടെ നേതൃത്വത്തിൽ, ജോർജ് M. തോമസിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച നടക്കുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി പറയാണ് ഇതിൻ്റെ ഒരു ജനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട, ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ ഇതിന് എത്ര തുക ചെലവാകുമെന്ന് പോലും നോക്കേണ്ടതില്ല, ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാം എന്നുള്ള ആ ഒരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകുകയാണ്. കോഴിക്കോടിൻ്റെയും വയനാടിൻ്റെയും കേരളത്തിൻ്റെ ആകെ തന്നെ ഒരു വലിയ വിപ്ലവകരമായ ഒരു പദ്ധതിക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് 4 മണിക്കാണ് ഈ തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുക. PV കുട്ടനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.